നീയല്ലേ വരില്ല എന്ന് പറഞ്ഞ്. ആരതിയുടെ തോളി കൈയിട്ട് നിൽക്കുന്ന അപ്പുവിനെ കണ്ടാരും ചോദിച്ചു. അപ്പം എനിക്ക് വരാൻ തോന്നിയില്ല, അതുകൊണ്ട് വന്നില്ല. ഇപ്പൊ വരാൻ തോന്നി ഞാൻ വന്നു. എന്തേ ഞാൻ വരണ്ടേ? സ്വന്തം റൂം പോലും വൃത്തിയാക്കത്തവളാ നാട് വൃത്തിയാക്കാൻ വരണേ. ദേ ആദുമ്മ, നീ പറഞ്ഞോണ്ട് മാത്രമാണ് ഞാൻ വന്നേ. ഈ ചോറിയാൻ പുഴുവിനോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ എന്റെ പണി നോക്കി പോവും. എന്റെ അരുണേട്ട, എന്തിനാ വെറുതെ അവളെ ദേഷ്യം പിടിപ്പിക്കണേ? ഇതൊക്കെ ഒരു രസമല്ല എൻ്റെ ആദി. അവളുടെ കവളി തട്ടിക്കൊണ്ട് അരുൺ നീലന്റെ അടുത്തേക്ക് നടന്നു. ഈ ലോകത്ത് പരിസ്ഥിതി മലിനീകരണം കുറച്ച 3 ആളുകൾ ആരൊക്കെയാണെന്നറിയോ ആദമ്മ നിനക്ക്? ഇല്ല, ആരാ? അപ്പുവിന്റെ ഉത്തരം കേൾക്കാൻ മറ്റുള്ളവരും ആകാംക്ഷയോടെ കാത്തിരുന്നു. ഡാഗിനിയും കുട്ടൂസനും ലുട്ടാപ്പിയും. ഡാഗിനിക്കും കുട്ടൂസനും വേണമെങ്കിൽ മായാവി പ്ലാസ്റ്റിക് കുപ്പിയിൽ അടച്ചു വെക്കായിരുന്നില്ലേ? അതാകുമ്പോ കുട്ടി പൊട്ടിച്ചിട്ട് മായാവിക്ക് രക്ഷപ്പെടാനും പറ്റിയിരുന്നില്ല. എന്നിട്ട് അവരങ്ങനെ ചെയ്തില്ലല്ലോ. പിന്നെ ലുട്ടാപ്പി കൊണ്ടെത്തി പോണ കാരണം എത്ര പെട്ട ഒരാളെ ലാഭിച്ചേ. അതിലൂടെ വായുമലിനീകരണം ഇല്ലാതാക്കിയില്ലേ? അപ്പുവിന്റെ ഉത്തരം കേട്ട് എല്ലാവരും അരുണിനെയാണ് നോക്കിയത്. അച്ഛനും അമ്മയ്ക്കൊരു ചെറിയ കയ്യബദ്ധം പറ്റിപ്പോയി എന്ന എക്സ്പ്രഷൻ അരുൺ ഒന്നിളിച്ചു. താൻ ഇത്രയേറെ നീലനെ സ്നേഹിച്ചിരുന്നു. എനിക്കിപ്പോഴും അവന് ദേഷ്യായിരുന്നില്ലേ? ഇതിനെപ്പോഴും ഞാൻ സ്നേഹയെ. ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ അവൾ സ്വയം ചോദിച്ചു. അപ്പോൾ നീലനെ കാണലേ എന്ന പ്രാർത്ഥന മാത്രമായിരുന്നു അവളുടെ മനസ്സിലുണ്ടായിരുന്നത്. അവൾ തല കുനിച്ച് അടുക്കള ഭാഗത്തേക്ക് നടന്നു. 2 ദിവസം കൂടെ കഴിഞ്ഞ നീലന്റെ നിശ്ചയമാണ്.